ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണ കമ്മീഷന്റെ ഏകാംഗ അന്വേഷണ കമ്മീഷൻ നയിക്കുന്ന ജസ്റ്റിസ് നമ്മോടൊപ്പം ചേരുകയാണ്. താങ്കൾക്ക് കേൾക്കാമോ സാർ? താങ്കൾക്ക് കേൾക്കാമോ? ഹലോ, CN രാമേന്ദ്രൻ, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം. സർക്കാർ താങ്കളെ അന്വേഷണ കമ്മീഷനായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹലോ, സർക്കാർ താങ്കളെ അന്വേഷണ കമ്മീഷനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സർക്കാരിൻ്റെ ഈ നിർദ്ദേശം താങ്കൾ സ്വീകരിച്ചിരിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയായിരിക്കും കമ്മീഷന്റെ നടപടികൾ? അല്ല, ഒരു ജുഡീഷ്യൽ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് ടേംസ് ഓഫ് റെഫറൻസ് എന്തെല്ലാമാണ് എൻക്വയറി നടത്തേണ്ടത്, എന്തെല്ലാമാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ടേംസ് ഓഫ് റെഫറൻസ് ഡീറ്റെയിലായിട്ട് ഇഷ്യൂ ചെയ്യും. ആ ടേംസ് ഓഫ് റെഫറൻസിൻ്റെ അടിസ്ഥാനത്തിൽ വേണം കമ്മീഷൻ എൻക്വയറി നടത്താൻ. ഇതിപ്പം ഒരു വലിയ ദുരന്തം നടന്നു. ഇനി ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ എന്തെല്ലാം നടപടികൾ എടുക്കണം, അതായത് അപകടരഹിതമായിട്ട് വെടിക്കെട്ട് നടത്താൻ ഏതെല്ലാം നിർദ്ദേശങ്ങളാണ് കമ്മീഷൻ കൊടുക്കേണ്ടത് എന്നാണ് കമ്മീഷൻ ചിന്തിക്കുന്നത്. അതായത് ഇനിയൊരു അപകടം ഉണ്ടാകരുത്, അതാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം. ജസ്റ്റിസ് CN രാമേന്ദ്രൻ, താങ്കൾ നിരവധി സർക്കാരിൻ്റെ അന്വേഷണ കമ്മീഷനുകൾ നയിച്ച ആളാണ്. ഒറ്റയ്ക്കും കമ്മീഷനുകൾ നയിച്ചിട്ടുണ്ട്, സംഘമായിട്ടുമുണ്ട്. ജുഡീഷ്യൽ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകളെ കുറിച്ചുള്ള വളരെ ഖേദകരമായ റെക്കോർഡ് കേൾക്കുന്നില്ലല്ലോ. കേൾക്കാമോ? ഇപ്പോൾ കേൾക്കാമോ? കേൾക്കുന്നില്ലല്ലോ. ഹലോ, കേൾക്കുന്നില്ലല്ലോ. ഇപ്പോൾ താങ്കൾക്ക് ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടോ? ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ, ഇനിയൊരു വെടിക്കെട്ട് അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ശുപാർശകൾ അതെങ്ങനെയൊക്കെ നമുക്ക് നടത്താനാകും, എന്തൊക്കെ നിർദ്ദേശങ്ങൾ അതിൽ കൊടുക്കാനാകും മുതലായവയായിരിക്കും കമ്മീഷന്റെ പ്രഥമ പരിഗണന. ടേംസ് ഓഫ് റെഫറൻസ് വരണം, എന്തൊക്കെയാണ് അന്വേഷിക്കേണ്ടത് സർക്കാർ പറയണം, അതിനുശേഷമായിരിക്കും കമ്മീഷൻ നടപടിയിൽ കിടക്കുക. പക്ഷേ ഈ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അദ്ദേഹം ഉദ്ദേശിക്കുന്നത്